ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന അതേ സെയിം ഷാർജ ഷേക്കാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവാം, ഇതിലേക്ക് നട്ട്സ് ഒക്കെ ചേർക്കാറില്ലേന്ന്. ഒരിക്കലും ഇല്ല. ഈ ഒരു രീതിയിലാണ് സാധാരണ ഒരു ഷേക്ക്, അതായത് ഷാർജ ഷേക്ക് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു കവർ പാൽ എടുത്തിട്ടുണ്ട്. ഈ പാൽ ഞാൻ ഫ്രീസറിൽ ഇട്ടിട്ട് നന്നായിട്ട് കട്ടിയാക്കി എടുത്തിട്ടുള്ള പാലാണ്. ഒരു രാത്രി ഫുള്ള് നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ മതി, ഇതുപോലെ നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ്, ഇവ ഏതെങ്കിലും മതിയാവും. ഇത് രണ്ടും നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ബൂസ്റ്റും അടിപൊളിയാണ്, അതുപോലെ ഹോർലിക്സും ഇട്ടിട്ട് ഈ ഒരു ഷാർജ ഷേക്ക് ചെയ്താൽ സൂപ്പർ ടേസ്റ്റാണ്. ആദ്യം തന്നെ നമുക്ക് ഈ പാൽ ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നും പൊടിക്കരുത്. ഇതുപോലെ എന്തെങ്കിലും വെയിറ്റ് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കണ്ടോ, ഇതുപോലെ അടിച്ച് ഒന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം കേട്ടോ. അതുപോലെ കുറച്ച് സമയം എടുക്കും, എന്നാലും എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പം ഞാൻ പാല് നന്നായിട്ട് പൊടിച്ചൊരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഷാർജ ഷേക്ക് ചെയ്യാൻ തുടങ്ങേണ്ടത്. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു ഞാലിപ്പൂവൻ പഴം ചേർത്ത് കൊടുക്കാം. ഞാലിപ്പൂവൻ പഴം തന്നെ ചേർക്കുക, പാളയംതോടനൊന്നും എടുത്ത് ചേർക്കരുത്. ഇതാണ് ഈ ഒരു ഷാർജ ഷേക്കിന് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പഴം നിങ്ങൾ ഒരിക്കലും ഒരുപാട് ചേർക്കാൻ പാടില്ല, ഒരെണ്ണം മാത്രം ചേർക്കുക. എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പരുവം ആവത്തുള്ളൂ. അപ്പോൾ ചിലവർ ഇച്ചിരി കൂടെ അധികം ആവട്ടെ എന്നും പറഞ്ഞ് പഴമൊക്കെ കൂട്ടുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാനേ പാടില്ല, ഒരു പഴം മാത്രം ചേർക്കുക കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അതുപോലെ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ബൂസ്റ്റാണ് ചേർക്കാനുള്ളത്. ഏകദേശം ഞാൻ 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് കൂടിയാലും അത്ര ടേസ്റ്റി ആവില്ല, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ചേർക്കുക. ഹോർലിക്സ് ആണെങ്കിലും ശരി 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഹോർലിക്സും നല്ല ടേസ്റ്റ് ആട്ടോ ഷാർജ ഷേക്ക് അടിക്കുമ്പോൾ. ഞാൻ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ നല്ല സൂപ്പറായിട്ട് ഒന്ന് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ആ ഒരു പരിപാടിയേ ഉള്ളൂ. ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഞാനൊന്ന് കയ്യിൽ കണ്ടോ എത്ര ഇതായിട്ടിരിക്കുകയെന്നറിയോ. കണ്ടോ, ഇത് പൊടിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ നമ്മുടെ ഷാർജ ഷേക്ക് കറക്റ്റ് ആ ഒരു പരുവായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ പൊടിച്ച് വെച്ച മുഴുവൻ പാലും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു ഹൈ സ്പീഡിൽ ഒരു 2-3 മിനിറ്റ് ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ സെയിം ഷാർജ റെഡി ആയിട്ട് കിട്ടും. അപ്പം ഞാൻ എന്തായാലും നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. നമ്മുടെ ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ലൈക്ക് ബട്ടൺ കാണാം, അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും